ഈ ചേട്ടൻ ഈ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടത്രേ, അതും ബസ്സിൽ വെച്ചിട്ട്. ഈ സാധനം പെൺകുട്ടി പോസ്റ്റ് ചെയ്തു, വീഡിയോ വൈറലായി, കുട്ടി എയറിലായി. മര്യാദയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നൊരുത്തനെ പീഡകനായി അവതരിപ്പിച്ചു എന്നതാണ് ഈ പെൺകുട്ടിക്കെതിരെ വന്ന ആരോപണം. ഇതിനെതിരെ പെൺകുട്ടി ശക്തമായ പ്രതികരണവുമായി മുന്നോട്ട് വന്നു. ഇൻസിഡന്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. അതിന്റെ കമന്റ്സിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാ, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റ്സ്. അതെ, റീച്ചിന് വേണ്ടി തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നത് റീച്ചിന് വേണ്ടിയിട്ടല്ല, അത് മാങ്ങ പറിക്കാനായിട്ടാണ്. താങ്കൾക്ക് റീച്ച് അല്ല, ഒരു പുണ്യപ്രവൃത്തി ചെയ്യണമെന്നാണ് ഉദ്ദേശമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യണമായിരുന്നു. അല്ലാതെ അടുത്തിരുന്ന ചേട്ടൻ, അതായത് പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ ചേട്ടന്റെ മുഖം ബ്ലർ ചെയ്ത് ചേട്ടനെയും ചേട്ടന്റെ കുടുംബത്തിന്റെയും ആത്മാഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ പെൺകുട്ടിക്കെതിരെ മോശമായ പ്രകടനം കാഴ്ചവെച്ച ചേട്ടനെ സംരക്ഷിച്ച് ഈ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ റീലിട്ടത് റീച്ചിന് വേണ്ടിയിട്ടല്ല. അത് ഒരു വീഡിയോ ഇട്ട് നല്ല റീച്ച് പോയപ്പോ രണ്ടാമത് വീണ്ടും വീഡിയോ ഇട്ടത് റീച്ചിന് വേണ്ടിയിട്ടല്ല, പുണ്യപ്രവൃത്തി. ഈ ചേട്ടൻ ബസ്സിൽ ഇങ്ങനെ പെരുമാറും, ആ ചേട്ടൻ വരാ, അത് ഞാൻ കാണിക്കത്തില്ല, അത് മുഖം ഞാൻ ബ്ലർ ചെയ്യും. ചേട്ടന്റെ പ്രൈവസി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നോട് മോശമായി പെരുമാറിയ ചേട്ടനാ, ചേട്ടന്റെ പ്രൈവസി. ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറെ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ ചോദിച്ചു? ഇല്ല, ചോദിക്കത്തില്ല. എന്താ? അവർക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി. എന്റെ പൊന്നു കുഞ്ഞെ, ജാസിയും രേണുസുതിയും ചത്ത് പൊങ്ങണം. ഈ കണ്ടന്റ് ഇല്ലാത്തൊരവസ്ഥ ഈ റിയാക്ഷൻ വീഡിയോ ടീംസിന് വരണമെങ്കിൽ അറിയാമോ? അവരിത് പറഞ്ഞാൽ നമ്മൾ പിന്നീട് അംഗീകരിക്കും കേട്ടോ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പൊട്ടനാ? ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയെന്ന്? ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. നിങ്ങളിട്ട 30 സെക്കൻഡ് വീഡിയോ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അതിന്റെ അഭിപ്രായമല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അതിന് മുമ്പുള്ള 10 മിനിറ്റും അതിന് ശേഷമുള്ള 10 മിനിറ്റും ഞങ്ങൾ എങ്ങനെ കബഡി നിരത്തി അറിഞ്ഞിട്ട് ബാക്കി സംസാരിക്കണോ? താങ്കൾ ഇട്ട വീഡിയോയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇനി താങ്കൾ പോകുമ്പോഴത്തേനും ഞങ്ങൾ ഡ്രോൺ പറത്തി ഞങ്ങൾ എന്ത് നോക്കണോ ഇതിന്റെ മുമ്പിലും പുറകിലും എന്താ സംഭവിച്ചോ എന്നുള്ളത്? ഞാൻ കണക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ ഒരിടത്തും മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറി അയാളെ ഞാൻ എക്സ്പോസ് ചെയ്തു, പക്ഷെ അയാളുടെ മുഖം ഞാൻ മറച്ചു വെച്ചു. നിങ്ങൾ അയാളുടെ മുഖം പുറത്തു വിടൂ, നിങ്ങൾ അയാളുടെ മുഖം പുറത്തു വിടട്ടെ. അയാള് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഒരുത്തനാണെങ്കിൽ മറ്റു സ്ത്രീകൾ രക്ഷപ്പെടണ്ടേ? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ട നല്ല ചിന്ത. നിങ്ങൾ ചെയ്ത മോശമാണെങ്കിൽ അയാൾ ഡിഫർമേഷൻ ഒരു കേസ് കൊടുക്കും, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലോ, ചെയ്. ഇപ്പൊ ഇതാണല്ലോ ട്രെൻഡ്. ബസ്സിൽ കയറി ആമ്പിള്ളേർ സേഫ് അല്ല, പെമ്പിള്ളേർ സേഫ് അല്ല, ആണ് ഇത് ചെയ്യത്.